അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാറേ, ഇനി അവനെ ഉപദ്രവിക്കരുത്. ആ ഒരു വാക്ക് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ആരാ എന്നറിയുവാൻ വേണ്ടിയിട്ട്. അത് മറ്റാരും ആയിരുന്നില്ല, സിനാൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജസീലായിരുന്നു. സാറേ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അവനെ ഇനി ഉപദ്രവിക്കുന്നത്? ഓഹോ, അപ്പം നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഇങ്ങോട്ട് കയറി വാടാ. എന്താ സാറേ, ഒരു തെറ്റും ചെയ്യാത്ത അവനെ നിങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്? ആര് പറഞ്ഞു? ദേ, അവൻ തന്നെ പറഞ്ഞത് കേട്ടില്ല നീ? 78 ലക്ഷം രൂപ വിലമതിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് അവനാണ്. അവൻ അവൻ്റെ വായ കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്താ ഇത്? സാറേ, അവൻ അങ്ങനെ ചെയ്യില്ല. എടാ, അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കും. എന്തിനാണ് ഒത്തു കളിക്കുന്നത്? എന്താ, അവനക്ക് പകരമായിട്ട് നിനക്കൊന്ന് കയറി നോക്കണോ? സാറേ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവനെ ഇങ്ങനെ? സിനാൻ, നിന്റെ കൂടെ സ്വർണം വിൽക്കാൻ ഉണ്ടായിരുന്ന വ്യക്തിയാണിതാ വന്നിരിക്കുന്നു, ജസീല്. സിനാൻ ശരിക്കും അവനെ നോക്കി. അതെ, ഞാനിപ്പോൾ കുറ്റവാളിയാണ്. തന്നെ ഏത് നിമിഷവും ജയിലിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ജസീൽ എന്തിനിവിടെ വന്നു എന്നവന് തോന്നിപ്പോയി. ജസീൽ, അവൻ വിളിച്ചു. നീ പോയിക്കോ, ഞാനാണ് എല്ലാം ചെയ്തത്. ഞാനല്ലാതെ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ജസീൽ ഞെട്ടിപ്പോയി. സിനാൻ, നീ എന്തീ പറയുന്നത്? അതേടാ, എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ശരിക്കും സിനാന് ശരിക്കും ഞെട്ടിപ്പോയി. ഹേയ്, അതെന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാൽ ആ എസ് ഐ ജസീലിന് നേരെ വന്നു, കോളറിനെ പിടിച്ചു. പറയടാ, നിങ്ങൾ രണ്ടുപേരും എവിടെയാണ് ആ സ്വർണം കൊണ്ടുപോയി വിറ്റത്? പറ. സാറേ, ഏത് സ്വർണം? എന്താ നിങ്ങൾ പറയുന്നത്? ഒന്നും അറിയാത്തേ പോലെ. അവനെന്തെല്ലാം ഇടി കിട്ടി വായിൽ നിന്ന് രക്തം വന്ന് തുടങ്ങിയപ്പോൾ അവൻ സത്യം വിളിച്ചു പറഞ്ഞു. അതുപോലെ നിന്നെയും പറയിപ്പിക്കാൻ അറിയാനിട്ടല്ല. സാറേ, നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ്. ഒന്ന് പോടാ. അങ്ങനെ അതാ ജസീലിനും 2 എണ്ണം എസ് ഐയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. സർ, ഓനൊന്നും ചെയ്യണ്ട, ഓനൊന്നും അറിയില്ല. നിങ്ങൾ എല്ലാവരും ഒത്തുകളി. ആരോടായി കളി? പോലീസിനോട്. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇടിച്ച് നിന്നെ ലോക്കപ്പിലിടും. പോലീസിൻ്റെ ആ ഒരു ഭീഷണി. അവൻ്റെ കോളർ പിടിച്ചുകൊണ്ട് പോലീസ് അതാ തള്ളുന്നു. സാറേ, അപ്പോഴും അവൻ കൂട്ടുകാരനെ രക്ഷിക്കുവാനായിരുന്നു ശ്രമിച്ചിരുന്നത്. സാർ, സിനാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന് വെറുതെ വിടണം. ഒന്ന് പോടാ. അവൻ തന്നെ പറഞ്ഞ നീയായിട്ട് എന്തിനാ? ഇനി നീയാണോ? സംശയമില്ലാതില്ല. സ്റ്റേഷനാണിത്, ഇറങ്ങിപ്പോകണം. ആളുകൾക്ക് എപ്പോഴും വലിഞ്ഞു കയറി വരുന്ന സ്ഥലമല്ലത്. ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ കടുത്ത നടപടി എടുക്കുന്നതാണ്. ജസീലിന് അവിടെ നിൽക്കുവാനേ കഴിഞ്ഞില്ല. അവർ ആട്ടിവിടുകയായിരുന്നു. സിനാനെ, ഇത്രയും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരിക്കലും നിനക്ക് ജാമ്യമില്ല. അവന് ജാമ്യത്തിൽ ഇറക്കാനോ എന്തോ വന്നതാണോ? അതൊന്നും ഇവിടെ നടക്കില്ല. ജാമ്യമില്ല വാറണ്ടാണ് നിനക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നടക്ക് ജയിലിലേക്ക്, അതായിരിക്കും നല്ലത്. സിനാൻ ശരിക്കും ഞെട്ടി. ചെയ്യാത്ത കുറ്റത്തിന് ഞാനൊരു ജയിൽവാസിയാകാൻ പോകുന്നു. അവന് വല്ലാതെ വിഷമിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവന് നോക്കുന്നുണ്ടായിരുന്നു. പോലീസ് അതാ ലോക്കപ്പിൻ്റെ വാതിൽ തുറക്കുകയാണ്. എടാ, ഇനി കുറച്ചു കാലം ഗോതമ്പുണ്ട കഴിച്ച് അങ്ങോട്ട് ജീവിക്ക്. അങ്ങോട്ട് ഇറങ്ങി വന്നേ നീ. ആ ഒരു പൂട്ടതാ പോലീസ് തുറക്കുന്നു. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ആഹാ, മൊത്തത്തിൽ കളറായിട്ടുണ്ടല്ലോ. വെളുത്ത് തുടുത്ത് സിനാനതാ ചുവന്ന പരുവത്തിൽ. മുഖമൊക്കെ ആകെ കരിവാളിച്ച് നീലിച്ച്. ആഹാ, ആള് മൊത്തത്തിലങ്ങ് മാറിയല്ലോ. സാറേ, ലോക്കപ്പിലിട്ട് എന്നെ നിങ്ങൾ പെരുമാറിയത് ഒരാൾ മാത്രമാണോ? അല്ല, എന്നിത് കളിയാക്കുന്നു. ആഹാ, നിന്റെ നാവിന് എപ്പോഴും നീളത്തിനൊരു കുറവുമില്ലല്ലോ. നടക്കട അങ്ങോട്ട്. അവരതാ സിനാനെ വണ്ടിയിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു. എന്നാൽ ജസീൽ അവിടെ ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഏത് നിമിഷവും ജയിലിൽ അകപ്പെടാം എന്ന് അവന് മനസ്സിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. ജീപ്പിലേക്ക് സിനാനെ തള്ളിക്കയറ്റുമ്പോൾ അവൻ്റെ ശരീരത്തിലേറ്റ ആ ഒരു അടിയുടെ വേദന അതവന് വല്ലാതെ വേദനിക്കുന്നു. എന്താടാ, നീ വേദനിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ശിക്ഷ ജയിലിൽ നിന്നായിരിക്കും. അങ്ങോട്ട് കയറി നീയേ. സിനാന ജീപ്പിനുള്ളിലേക്ക് തള്ളിക്കയറ്റി.
എന്നാൽ ജസീൽ ഇത് കാണുന്നുണ്ടായിരുന്നു. അവനത് വല്ലാത്തൊരു വേദനയായി തോന്നി. പഠിച്ചോനെ, എന്തൊരു ദുനിയാവത്, എന്തൊരു പരീക്ഷണാണത്. ജീപ്പ് ദൂരേക്ക് അതാ പോകുന്നു. അത് മറ്റൊരിടത്തേക്കൊന്നല്ല, അവനെ കൊണ്ടുപോകുമായിരിക്കും. ഉത്തരവ് അതായിരിക്കും, കോടതിയിൽ നിന്ന്. ഓ, എന്നാൽ അവനെ കൊണ്ടുപോയത് ആദ്യം തന്നെ കോടതിയിലേക്കായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ജഡ്ജി ചോദിച്ചത്, സിനാൻ, സ്വർണം എവിടെ വെച്ചു? അതാണ് അറിയേണ്ടത്. ശരിക്കും സിനാന്, എനിക്കറിയില്ല സർ, എനിക്കറിയില്ല. ഓഹോ, നിനക്കറിയില്ല അല്ലേ? ഓക്കെ. എന്നാൽ പിന്നെ നീ എവിടെയാണ് വിറ്റത്? അത്രയും ഗോൾഡ് നഷ്ടപ്പെട്ട കക്ഷിയാണ് പരാതി തന്നിട്ടുള്ളത്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ എന്തൊക്കെ തിന്നേലും നീയാണെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അതെവിടെയാണെന്ന് എടുത്തു കൊടുത്താൽ നിനക്ക് അധികം വൈകാതെ കുറച്ച് ശിക്ഷ അനുഭവിച്ച് രക്ഷപ്പെടാം. അതല്ല എങ്കിൽ ദാ അഴിക്കുള്ളിലായിരിക്കും. സാറേ, ഞാൻ എടുത്തിട്ടില്ല, എനിക്കത് അറിയില്ല. വിധി അവൻക്ക് അവിടെയും അനുകൂലമായിരുന്നില്ല. അവനെ വീണ്ടും പോലീസ് ജീപ്പിലേക്ക് തള്ളിക്കയറ്റി അതാ നേരെ ജയിലിലേക്ക്. അല്ലാ, തെറ്റൊന്നും ചെയ്യാതെ ഞാൻ ഇല്ല. നിരപരാധികളായ ഒരുപാട് ആളുകളുണ്ടാവും ഇതിനകത്ത് എന്നെപ്പോലെ. ഞാൻ കണ്ണീര് വാർക്കുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ അതാ സിനാൻ ജയിൽവാസത്തിലേക്ക് കടക്കുകയാണ്. അത്രയും വലിയ തുകക്കുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സും നഷ്ടപ്പെട്ടത് അതവൻ എടുത്തു എന്നതിൻ്റെ പേരിൽ, കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ, അങ്ങനെ 2-3 വകുപ്പുകളിലായിട്ട് അവൻക്കെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്. സിനാനെ അതാ ജയിലിനുള്ളിലേക്ക് തള്ളിക്കയറ്റി കൊണ്ടുപോകുന്നു. അവനും അവിടെ ഒരു കുറ്റവാളിയായി അവിടുത്തെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു കൂട്ടത്തിൽ അവനെ അങ്ങ് തള്ളിയിടുന്നു. അവിടെയാണെങ്കിൽ കഞ്ചാവും അതും ഇതും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഇടയിലേക്കാണ് അവനെ കൊണ്ടുവന്നത്. കൊലയാളികൾക്കും മോഷ്ടാക്കൾക്കുള്ള സ്ഥലം ഈ ഒരു ഏരിയ തന്നെയാണ്. അവിടുത്തെ ആ യൂണിഫോമിൽ സിനാൻ അതാ അവിടെ എത്തിച്ചേരുന്നു. വെളുത്തു തൊടുത്ത് മനോഹരമായ ഒരു പയ്യൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ ആ ജയിലിലുള്ളവരെല്ലാം അവനെ സൂക്ഷിച്ചു നോക്കി. അതിൽ മിക്കവാറും ആളുകൾ കൊലയാളികളായിരുന്നു. എന്താ സഹോദര, ഇത്രയും ചെറുപ്പത്തിലെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങോട്ട് കയറി വന്നത്? അതിൽ ചുവന്ന കള്ളുന്ന ഒരാൾ ചോദിച്ചു. അത് ചോദിച്ചത് കേട്ടപ്പോൾ ശരിക്കും സിനാന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്താ, സംസാരിക്കാൻ കഴിയില്ലേ? അതൊക്കെ കുറച്ച് കഴിഞ്ഞങ്ങ് ശരിയാവും. ഞങ്ങളൊക്കെ ഇതാ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഒന്നും മിണ്ടാനും കഴിയില്ല, പറയാനും കഴിയില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നീട് ഇവരൊക്കെ കൂട്ടുകാരെ കിട്ടി. എനിക്കൊക്കെ ആജീവാനന്ദാണ്. പുറത്തിറങ്ങണ ഒരു പരിപാടി എനിക്കില്ല. ഇപ്പം ഇവിടെ എൻ്റെ വീടായി മാറി. അത്യാവശ്യം കുറച്ച് ജോലി ഉണ്ടാവും, അതാണ്. പിന്നെ ഇടയ്ക്കൊരു തല്ലും. എടാ മോനെ, ഭക്ഷണത്തിന് സമയമായി, പോര്, പ്ലേറ്റ് അവിടെ നിന്ന് എടുത്തോ. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണത്തിന് വേണ്ടി പോകുന്നു. സിനാനും നന്നായിട്ട് വിശക്കുന്നുണ്ട്. പഠിച്ചോനെ, എത്ര രാജകീയമായി കഴിഞ്ഞതാണ് ഞാൻ. റബ്ബേ, എൻ്റെ ഒരു വിധി കണ്ടില്ലേ? അവൻ ആ പ്ലേറ്റുമായി ആ വരിയിൽ നിൽക്കുന്നു. കണ്ണുകൾ നിറയുന്നുണ്ട്. വിശപ്പുണ്ട്, പക്ഷേ കഴിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല. എല്ലാവരും അവനെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ആഹാ, ഒരു സുന്ദര കില്ലാടി വന്നിട്ടുണ്ടല്ലോ ജയിലിലേക്ക്. എന്ത് തെറ്റാ ആയിരിക്കും? അതൊക്കെ പെണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. അല്ലാതെ അങ്ങനെ അവനൊക്കെ, ആ കിളുന്ത് പയ്യൻ കാണാനെന്ത് ഭംഗിയാണ്. പലരും അവനെ നോക്കിക്കൊണ്ട് അത് പറയുന്നു. സത്യം പറഞ്ഞാൽ സിനാനെ എല്ലാം കൂടി കണ്ടപ്പോൾ മൊത്തത്തിലൊരു ഭയം തോന്നി. അവൻ്റെ പ്ലേറ്റ്സിലേക്കും ചൂടുള്ള ഭക്ഷണം വിളമ്പുന്നു. ഒരു നിമിഷം അവൻ്റെ കയ്യിൽ നിന്ന് അതറിയാതെ അങ്ങ് വഴുതിപ്പോയി. ഭക്ഷണം നിലത്ത് വീണു. അത് കണ്ടിട്ട് അവൻ അവിടെ വിളമ്പിയിരുന്ന ആൾ പറഞ്ഞു, അതേ, ഒരു പ്രാവശ്യം ഒരാൾക്ക്, ഇനിയില്ല, പൊയ്ക്കോ. അവൻ ആ കാലി പ്ലേറ്റ് എടുത്ത് അവൻ്റെ കണ്ണിൽ നിന്ന് ഒരുപാട് സങ്കടം വന്നു. റബ്ബേ, തുടക്കത്തിൽ തന്നെ എനിക്കെന്താ ഇങ്ങനെ? എന്നാൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം കാലി പ്ലേറ്റുമായി അതിലേക്ക് നോക്കിയിരിക്കുന്ന അവനെ കണ്ട് അവൻക്കതിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു. മോന് കഴിച്ചിട്ട് മതി എനിക്ക്, മോൻ കഴിക്ക്. അത്രക്കും സ്നേഹത്തോടെയുള്ള ആ ഒരു കൊലയാളി, ആജീവാനന്ദം ശിക്ഷ അനുഭവിക്കുന്ന അയാൾ, എന്തിനായിരിക്കും അയാൾ ഇങ്ങനെ വേദന അനുഭവിക്കുന്നത്, ശിക്ഷ അനുഭവിക്കുന്നത്?
മോനെ കഴിക്ക് എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ ഭക്ഷണത്തിൻ്റെ പകുതിയിലേറിയും ഭാഗം അതിലേക്ക് ഇട്ടുകൊടുത്തു. ആദ്യം അയാളെ കണ്ടപ്പോൾ ശരിക്കും പേടി തോന്നി. പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അതെല്ലാം അങ്ങ് മറന്നു. എത്രയൊക്കെ തന്നെ പേടിപ്പെടുത്തുന്ന ഭീകരരൂപമായിട്ടും അയാളുടെ ആ ഒരു സംസാരം അവനിലെ ആശ്വാസം പകർന്നു. മോൻ എന്തിൻ്റെ പേരിലാണ് ഇങ്ങോട്ട് എത്തിയത്? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. അത് ഒന്നുമില്ലിക്ക, ഒന്നുമില്ല. മോൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സിനാന്. ഇക്കയുടെയോ? എൻ്റെ പേര് റഷീദ്. ആ, ഒരു നിമിഷം അവൻ ഉമ്മയെ ഓർത്തു. അതെ, ഉമ്മ റഷീദ. ഉമ്മയുടെ കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ വേണ്ട, ഉമ്മ ജീവിക്കട്ടെ സുഖമായിട്ട്. ഞാൻ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. മോന് കുറച്ചും കൂടി ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടു തരട്ടെ? വേണ്ട. ആ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ക്വാറിയുണ്ട്. അതിൽ നിന്ന് കുറച്ച് കരിങ്കല്ലുകളും അതെല്ലാം കൊണ്ടുപോയി അപ്പുറത്ത് ചെന്നിടണം. അങ്ങനത്തെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുവരെ ആ രീതിയിലുള്ള പണിയൊന്നും ചെയ്യാത്ത സിനാനെ അവനാകെ വിഷമിച്ചു പോയി. നല്ല ചൂടുള്ള വെയിലത്ത്, അതൊക്കെ അവർക്കുള്ളൊരു ശിക്ഷ കൂടിയാണ്. വെയിലത്ത് കല്ല് ചുമന്ന് കൊണ്ടുപോയി അവിടെ അപ്പുറത്ത് കൊണ്ടുപോയിടണം. അല്ലാ, അന്ന് ആ ജോലിക്ക് അവനും ഇറങ്ങേണ്ടി വന്നു. അവൻ ആ ഇക്കയുടെ കൂടെ അതാ ഇറങ്ങുന്നു. മോൻ ചെറുത് നോക്കിയെടുത്താൽ മതി, വലുതൊക്കെ ഞങ്ങൾ എടുത്തോളാം. ഞങ്ങളുടെ കൈയൊക്കെ ഇതാ തഴമ്പയിക്കണ്. ഇതൊക്കെ എടുക്കാഞ്ഞാലേ നല്ല പെട കിട്ടും സാറന്മാരെടുത്തുനിന്ന്. അതുകൊണ്ട് മോൻ ചെറുത് നോക്കിയെടുത്തോ. സിനാനൊരു ചെറിയ കല്ല് പോലും എടുത്ത് പരിചയമുണ്ടായിരുന്നില്ല. അവൻ്റെ ആ മൃദുലമായ മനോഹരമായ കൈകൾ പൊള്ളുന്നത് പോലെ അവൻക്ക് തോന്നി. എന്നാൽ റഷീദൊക്കെ പറഞ്ഞു, മോന് കഴിയൂലെങ്കിൽ അവിടെ വെച്ചേക്കും. പനിയാണെന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മാറി നിന്നാൽ മതി. സിനാനെ 1-2 പ്രാവശ്യം എടുത്തു കൊണ്ടുപോയെങ്കിലും അവൻ ആ വെയിലും ചൂടും കൊണ്ട് ആകെ തളർന്നു പോയി. പെട്ടെന്നൊരു പോലീസ് ഓഫീസർ അതുവഴി വന്നു. എന്താ ഇരിക്കുന്നത്? കമോൺ, പെട്ടെന്ന് എന്താ ഇരിക്കുന്നത്? സാർ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് റഷീദൊക്കെ അങ്ങോട്ട് വന്നു. സാറേ, ആ കുഞ്ഞിന് പനിയാണ്. ചെറിയ കുഞ്ഞു പൈതലാണ്. അവനെ കൊണ്ടൊന്നും കഴിയൂല സാറേ. ഇതൊക്കെ ബാലപീഡനായി തീരും സാറേ. അയാൾ ഒന്നും കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. സിനാന് ആകെ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ്. റബ്ബേ, ആദ്യമായിട്ട് കാണാണ്. അള്ളാഹുവേ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക്. ആ ദിവസം സിനാന് ജയിലിൻ്റെ ഉള്ളിൽ ഉറക്കം വന്നതേയില്ല. ഉറക്കത്തിന് വേണ്ടി അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഓരോ പുൽപ്പായിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. മോനെ, റഷീദ്ക്ക വിളിക്കുന്നു. റഷീദ്ക്ക, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ? മോനെ, ഞാൻ ഉറങ്ങാറില്ല. എന്താ ഉറങ്ങാത്തത്? എനിക്ക് ഉറക്കം വരാറില്ല. അല്ലിക്ക, നിങ്ങൾ എന്താണ് ഈ ഒരു ജയിലിനുള്ളിൽ എത്താനുള്ള കാരണം? മോനെ. അയാൾ വിതുമ്പി കരയുകയായിരുന്നു. എന്തു പറ്റി? മോനെ, എനിക്ക് 3 മക്കളാണുള്ളത്. ആഹാ, എന്നിട്ട് ഭാര്യയും 3 മക്കളും. അദ്ദേഹത്തിന് സങ്കടം കൊണ്ട് പറയുവാൻ കഴിയുന്നില്ലായിരുന്നു. ഇക്ക, നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ നാളെ പറഞ്ഞാൽ മതി. നിങ്ങൾ കിടന്നോളൂ. മോനെ, ഞാൻ കിടന്നാലും ഉറങ്ങാറില്ലടാ. എൻ്റെ കണ്ണിൽ നിന്ന് രക്തമാണ് വരിക, കണ്ണീരല്ല. അത്രക്കും മോനെ, ഞാനൊരു കൊലപാതകയാവാൻ കാരണം എന്താ? ഞാൻ അത്രക്കും വേദന സഹിച്ചതുകൊണ്ട്. ഇക്ക, നിങ്ങൾ എന്ത് പറയുന്നത്? അതേടാ, എൻ്റെ 3 മക്കളുള്ള എൻ്റെ ഭാര്യ, അവൾ എന്നെ കൂടാതെ മറ്റൊരാളുമായി സമ്പർക്കത്തിലായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ മംഗലാപുരം ആ ഭാഗത്തൊക്കെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ആഴ്ചയിൽ ഇവർക്കുള്ള സാധനവും ക്യാഷും മക്കൾക്കുള്ളതെല്ലാമായിട്ട് ഞാൻ വരും. സിനാനത് ചെവിയോർത്തു. ഇക്ക, എന്നിട്ട് ഞാൻ 4-5 വർഷത്തോളം വിവാഹം കഴിഞ്ഞ് അവിടെ തന്നെ ആഴ്ചയിൽ വരും, മക്കൾക്ക് വല്ലതും കൊണ്ടുപോയെടുക്കും, 2 ദിവസം ചിലപ്പോൾ നിൽക്കും, പോവും, അങ്ങനെ. എന്നിട്ട് എനിക്ക് എൻ്റെ 3ാമത്തെ കൊച്ചിന് 2 വയസ്സ്. ബാക്കിയുള്ള മക്കൾ കുറച്ച് അല്പം വലുതായിട്ടുണ്ട്. അദ്ദേഹത്തിന് സങ്കടം വല്ലാതെ വരുന്നു. ഇക്ക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അല്ല മോനെ, എന്ത് ബുദ്ധിമുട്ട്? ഞാൻ പറയാം. എനിക്ക് ഒരാളുള്ളത് പങ്കുവെക്കാൻ ഞാൻ ശരിയാവില്ല. പൊന്നു മോനെ, ഞാൻ എൻ്റെ
അന്നും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ എൻ്റെ വാഹനവുമായി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അന്നൊരിക്കലും വരുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നില്ല. അന്ന് സമയം പാതിരായിരുന്നു. ഇനിയിപ്പോൾ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഭാര്യ ബുദ്ധിമുട്ടായി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞില്ല അവളോട് വരുന്ന ദിവസം. സിനാൻ അത് ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ഇക്ക എന്നിട്ട്? എടാ, എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ ഭാര്യ എന്നോട് അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവള് ഞാനില്ലാത്ത ദിവസങ്ങളിലെല്ലാം മറ്റാരെയോ ഭർത്താവായി സ്വീകരിക്കുക അത് പതിവായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഞാനതൊന്നും അറിഞ്ഞില്ല. ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി കഷ്ടപ്പെടാൻ പോയതാണ്. അവർക്ക് വേണ്ടി എല്ലാം ഞാൻ കൊടുക്കും. എൻ്റെ പണി വലിയൊരു മലയിൽ, അതും പൈനാപ്പിളിൻ്റെ തൈകൾ, അതും ആ പൊരുവെയിലത്ത് കുഴിച്ചിടുന്ന ജോലികൾ, അങ്ങനെയുള്ള കൃഷി ജോലികളൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പോയത്. പൊന്നുമോനെ, ഞാൻ കയറി ചെന്നപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു. സുഹ്റ. വാതിൽ മുട്ടി വിളിച്ചു. അവൾ കതക് തുറന്നില്ല. എനിക്കറിയാം അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. പുറത്ത് ഒരു ചെരുപ്പ് ഞാൻ കണ്ടു. സുഹ്റ. അവൾ തുറന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവൾ ഒരിക്കലും ഞാനൊന്ന് വരുന്നത് വിചാരിച്ചില്ല. എന്തോ അറിയില്ല. അവൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു. അല്ല, നിങ്ങളിപ്പോൾ എന്ത് ഈ ഒരു സമയത്ത് വന്നത്? കയറി വന്നതൊന്നും മിണ്ടും പറയും ചെയ്യാതെ. രാത്രിയായപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചു. സുഹ്റ, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താ മനുഷ്യ നിങ്ങളീ പറയുന്നത്? മക്കളത് അവിടെ കിടക്കണം, ഞാനും കിടക്കുന്നതായിരുന്നു. അല്ലല്ലോ സുഹ്റ, നിന്റെ മുഖത്ത് വല്ലാതൊരു പരിഭ്രമുണ്ടല്ലോ. എന്ത് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ, നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ തന്നെ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷന്. പറ സുഹ്റ, എന്തെങ്കിലും എന്നെ മറച്ചുകൊണ്ട് നീ. എൻ്റെ പൊന്നിക്ക, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾക്ക് ചോറ് വിളമ്പട്ടെ? വേണ്ട, ഒന്നും വേണ്ട. ആ രാത്രിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഇല്ല, തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ആരോ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അദ്ദേഹം പെട്ടെന്ന് അടുക്കളവാതിലെ അവിടെ തുറന്നു നോക്കിയപ്പോൾ അതെ, ഉണ്ട്. ആ വാതില് പതുക്കെ ചാരി വെച്ചിട്ടേ ഉള്ളൂ, കുറ്റിയിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ അതുവഴി ഇറങ്ങി ഓടിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ആകെ ടെൻഷനായി. അല്ലാ, ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞാൻ പൊരി വെയിലത്ത് ആ പണിക്ക് വേണ്ടി പോകുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ ശരീരമാകെ കറുത്തിരണ്ടിട്ടുണ്ടാവും. കാരണം എന്താ, ആ നട്ടുച്ച സമയത്ത് ആ കുന്നിൻ്റെ മുകളിൽ എനിക്ക് ആ ജോലിയായിരിക്കും. അതും ഒരു കാക്കക്കിരിക്കാൻ തണലില്ലാത്ത ആ പൊരിവെയിലത്ത് ഞാൻ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും അവരെ വയറ് നിറയണം. ഒരിക്കലും അവർ കഷ്ടപ്പെടാൻ പാടില്ല എന്നതിൻ്റെ പേരിൽ. പൊന്നുമോനെ, പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. നിന്നോട് പറയുന്നത് ശരിയല്ലത്. ഇക്ക, നിങ്ങൾക്ക് വിഷമായോ? ഞാൻ ഒന്നു മോനെ, എനിക്ക് നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരണം. നീ ജീവിച്ച് തുടങ്ങണല്ലുള്ളൂ. എനിക്കൊക്കെ 2-3 മക്കളായി. മക്കളെ കാണാൻ കൊതിയുണ്ടടാ. ഒരുപാട് കൊതിയുണ്ട് മക്കൾ കാണാൻ. ഇക്ക, നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ല. ഞാനെന്ത് ചെയ്യാനാ? ഞാൻ വീണ്ടും എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടാവുകയാണ്. എന്തനുഭവം? പൊന്നുമോനെ, ഞാൻ പിന്നെയും അങ്ങനെ ഒരു ദിവസം വന്നു. ഒരിക്കലും അറിയാത്ത രീതിയിൽ. ആദ്യമൊക്കെ അവൾ പറഞ്ഞു, ഇക്ക നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നീട് എനിക്ക് ഒരിക്കൽ കൂടി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരേണ്ടി വന്നു. രാത്രിയായിട്ടുണ്ട്. അവളെ തൽക്കാലം അറിയിക്കേണ്ടത് ഞാനും കരുതി. കാരണം വെറുതെ ബുദ്ധിമുട്ടേക്കണ്ടല്ലോ. പക്ഷേ ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ എത്തി. ആ റൂമിൽ ലൈറ്റുണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ ഒരു സംസാരം. അതെ, ഒരാണിൻ്റെ സംസാരം അവിടെ കേൾക്കുന്നുണ്ട്. എൻ്റെ മക്കൾ ചെറുതാണ്. എൻ്റെ ഭാര്യയുടെയും അയാളുടെയും സംസാരം അതെനിക്ക് സഹിച്ചില്ല. ഞാൻ അറിയാത്ത രീതിയിൽ വാതിൽ മുട്ടി. അവൾ വാതിൽ വന്ന് തുറന്നു. ആ നിമിഷം തന്നെ ഞാൻ അകത്തേക്ക് ഇടിച്ചു കയറി. അതാ അവിടെ ഒരാളുണ്ട്. എൻ്റെ ഭാര്യയോട് കിന്നരിച്ചിരിക്കുന്ന ഒരാളുണ്ട് അവിടെ. അത് മറ്റാരും ആയിരുന്നില്ല, ഞങ്ങളുടെയൊക്കെ ഒരു അയൽവാസി തന്നെയായിരുന്നു.
വേറെ ഭാര്യയും മക്കളുള്ള ഒരാൾ. ഒരിക്കൽ പോലും ഞാനവനെ വിചാരിച്ചില്ല അങ്ങനെ. അവനെൻ്റെ സ്നേഹിതൻ കൂടിയായിരുന്നു. എടാ സുരേഷേ, അത് സുരേഷായിരുന്നു അവൻ്റെ പേര്. നീ എന്ത് ചതിയാടാ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരായുധമെടുത്ത് ഞാൻ അവൻ്റെ കഴുത്ത് നോക്കി ഒന്ന് കൊടുത്തു. ദേഷ്യം കൊണ്ട് എനിക്കപ്പം അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്നും ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യയോടൊപ്പം അവൻ കഴിയുക, എനിക്കത് സഹിക്കൂ? അതെ, അതോടുകൂടി കഴിഞ്ഞു. ഞാനിതാ ഇവിടെ എത്തി, ജയിലിലെത്തി. ആജീവിതാനന്ദം എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യാം, അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു. എനിക്കെൻ്റെ ഭാര്യയെ കൂടെ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെ ഓർത്തു. അവൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവളും എൻ്റെ മക്കൾ എന്നെ ഉപ്പ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കതുപോലും കേൾക്കാനില്ലാത്ത വിധിയായിപ്പോയടാ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് വന്ന ആളെ ഞാൻ തൽക്ഷണം കൊന്നു കളഞ്ഞു എന്ന് തന്നെ പറയാം. ഒരിക്കലും കൊല്ലാൻ വേണ്ടിയിട്ടെന്നല്ല, കയ്യിൽ കിട്ടിയ ആ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയി. എന്താ ചെയ്യാം? കൈകൾ അന്നു മുതൽ ഞാൻ ജയിൽ അനുഭവിക്കണം. അയാൾ പൊട്ടിക്കരഞ്ഞു. സിനാൻ എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതെ, കൊലപാതകയാണ്. അതും കരുതി കൂട്ടിക്കൊണ്ടല്ല, തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് വന്ന ആളെ തൽക്ഷണം ഇല്ലായ്മ ചെയ്തു. അതുതന്നെ. പൊന്നുമോനെ, മോൻ എന്താ ചെയ്തത്? പറ. എൻ്റെ തെറ്റ് ഇതാണ്. എനിക്ക് വിഷമല്ല, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു വേദനയാണ് സമ്മാനിച്ചത് എൻ്റെ ഭാര്യ. ഒരിക്കലും അവൾക്ക് ഞാൻ സ്നേഹം ആവോളം നൽകി. അവൾക്ക് ഞാൻ ഇഷ്ടം പോലെ സ്നേഹം വാരിക്കോരി നൽകി. എന്നും വന്നാൽ അവളെ പുറത്ത് കൊണ്ടുപോകും, ഷോപ്പിങ്ങിനായിട്ടും മറ്റതിനായിട്ടും സ്നേഹം ഇഷ്ടം പോലെ അവൾക്ക് നൽകി. പക്ഷേ അവളെൻ്റെ മനസ്സ് അറിഞ്ഞില്ല. ഒരുപക്ഷെ എൻ്റെ ഒരു കറുത്ത രൂപമായിരിക്കാം ഞാൻ ആ പൊരിവേലത്ത് കൊണ്ടുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടതാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മാറിയത്. സുന്ദരന്മാരായ ആളുകളെ കാണുമ്പോൾ ഭാര്യമാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഭാര്യയ്ക്ക് തോന്നിയത്. അത് നിമിഷങ്ങൾക്ക് അവസാനിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോറി കേട്ടപ്പോൾ ശരിക്കും സിനാൻ ഞെട്ടിപ്പോയി. റബ്ബേ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? അതെ, അങ്ങനത്തെ കഥകൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യ, പാവപ്പെട്ട ഭർത്താവ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ ഭക്ഷിച്ച് വസ്ത്രങ്ങൾ ഉടുത്ത്, പക്ഷെ അവരുടെ കൺമറഞ്ഞാൽ അവർ ചതിക്കുന്ന ഭാര്യമാർ എത്രയോ ഉണ്ട്. അല്ലാ, നീ കാത്തുരക്ഷിക്ക്. ഒരു നിമിഷം സിനാൻ അവൻ്റെ മുഹ്സിയെ ഓർത്തു. മുഹ്സി, ഇക്കാക്ക ജയിലിലാണടി പൊന്നെ, ഇക്കാക്ക ജയിലിലാണ്. ഇക്കാക്ക വലിയ മോഷ്ടവും കൊലപാതകയുമല്ലേ? ആ രാത്രിയിൽ സിനാനെ കരഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാം ഓർത്തിട്ട്. അപ്പോഴും റഷീദക്കയുടെ ശബ്ദം, മോനെ, പൊന്നുമോൻ കരയിലടാ, എല്ലാം ശരിയാവും. നീ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, വൈകാതെ നീയൊക്കെ ഇറങ്ങും. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാ.